الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം ഹംദും ശുക്റും ഓതിക്കൊണ്ട് ജീവിതത്തെ കുറെ കൂടി നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ രണ്ട് സുദിനങ്ങളിൽ ഒന്നിലാണ് ഇപ്പം നമ്മളുള്ളത്. ആഘോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും സന്തോഷം പങ്കിടുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഒക്കെയായി നിശ്ചയിച്ചു എന്ന ആഘോഷ സുദിനങ്ങളിൽ ഒന്നിൽ നമ്മളിപ്പോൾ നിൽക്കുന്നു. സന്തോഷവും ആഹ്ലാദവും അണപൊട്ടി ഒഴുകുന്ന മനസ്സുകളുമായിട്ടാണ് നമ്മൾ ആബാലവൃദ്ധം ജനങ്ങൾ ഇപ്പോൾ ഇവിടെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്നും സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസികൾ എന്ന നിലയിൽ ഇസ്സത്തോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു നമ്മെ അനുവദിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന് ഖൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ. ഈ ഒരു വേളയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെയാണ് മുസ്ലിം സമൂഹം അവരുടെ ചിന്തകൾ കടത്തിക്കൊണ്ടുപോകുന്നത്. അള്ളാഹു അദ്ദേഹത്തോട് ആഹ്വാനം ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായി മക്കയിൽ ഇപ്പോഴുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹജ്ജിൻ്റെ ഓർമ്മയുമാണ് ബലിപെരുന്നാൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിം വല്ലദീന മഅഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ ആദർശം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനുകളായ ആളുകളിലും നിങ്ങൾക്കൊരുപാട് മാതൃകകളുണ്ട്, പിൻപറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 25 സൂറത്തുകളിൽ ഇങ്ങനെ ആഹ്വാനമുണ്ട്. 69 സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു കൽപ്പന ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് പഠിപ്പിച്ചത് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും മനസ്സിൽ വെക്കാതെ ഈ ആഘോഷം പൂർത്തിയാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനാണത്. ഈ ആരാധന തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആരാധനകൾ ചെയ്യാനുള്ള മനസ്സ് പാകപ്പെടുന്നത് എന്താണ്? ഈമാനിന്റെ നിദാനം എന്താണ്? നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഒരുപാട് അനുഗ്രഹങ്ങളുടെ ശീതളഛായയിൽ വളർന്നു പോരുന്നവരാണ്. എന്തൊക്കെ ഒരുക്കി വെച്ചു? ഈ അഖിലാണ്ടത്തെ, ഈ പ്രപഞ്ചത്തെ, ആ പ്രപഞ്ചത്തിൽ നമുക്ക് വസിക്കാനാവശ്യമായ മനോഹരമായ ഒരു ഭൂമിയെ,
ഒരു തൊട്ടിലാക്കി മിഹാദാക്കി നമുക്ക് ആവശ്യമായ എല്ലാം ഒരുക്കി വെച്ച പടച്ചതമ്പുരാൻ മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ചു. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ. ഈ ആണും പെണ്ണും ഇടയിൽ വല്ലാത്ത അനുരാഗവും സ്നേഹവും ആർദ്രതയും ദയയും അനുകമ്പയും പരസ്പരമുള്ള വല്ലാത്തൊരു ആകർഷണവും ഒക്കെ നൽകിയിട്ട് ഒരു ഇണതുണ ബന്ധത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലൂടെ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു പോകണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. അവിടെയാണ് സുഖമുള്ളതും. എന്നിട്ട് ഈ ദാമ്പത്യ ജീവിതത്തിനിടയിൽ മനുഷ്യൻ ഇണചേരുമ്പോൾ ഉണ്ടാകാവുന്ന പശ്ചാത്തലത്തിൽ ഗർഭാശയം എന്ന് പറയുന്ന ഒരു അവയവത്തെ അള്ളാഹു ഒരുക്കി നിർത്തി. മഹാത്ഭുതമാണ് സയൻസിന് ഇന്നും അത്. ആ ഗർഭാശയത്തിന്റെ ഉള്ളറകളിൽ ഒരു സിക്താണ്ഡത്തിന് 10 മാസം വളർന്ന് പാകപ്പെടുവാൻ ആവശ്യമായ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പൊക്കിൽ കൊടിയിലൂടെ ഭക്ഷണം എത്തിക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസം. അങ്ങനെ പോകുന്നു. ആ കുഞ്ഞ് പിറവിയെടുക്കുന്ന അത്ഭുതകരമായ പ്രസവം എന്ന പ്രക്രിയ ഇപ്പോഴും വൈദ്യശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഗതികളെ കുറിച്ച് മാക്സിമം 45 ഡെൽ വേദന സഹിക്കുവാനേ ഒരു മനുഷ്യനാവൂ. എങ്കിൽ ഒരു സ്ത്രീ 57 ഡെൽ വേദന സഹിച്ചുകൊണ്ടൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. അടുക്കടുക്കായി തലയോട്ടിയുടെ 17 എല്ലിന്റെ കഷ്ണങ്ങൾ അടുക്കടുക്കായി വെച്ച് ഒരു കുഞ്ഞിന് അത്ഭുതകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തെത്തിക്കുന്നു. അങ്ങനെയുള്ള മഹാ അത്ഭുതത്തിലൂടെ നമ്മൾ ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മളെ സ്വീകരിക്കുവാൻ ഒരു മഹാസ്നേഹ വലയം, സ്നേഹമസൃണമായ ഒരു അന്തരീക്ഷവും കുറെ ആളുകളെയും അവിടം മുതൽക്ക് മരണം വരെ ഒരുക്കി നിർത്തുന്നു പടച്ചതമ്പുരാൻ. ആ സ്ത്രീ അതുവരെ അവളുടെ ശരീരത്തിലില്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നു. മനസ്സ് മാറുന്നു, ശരീരങ്ങൾ മാറുന്നു. ഈ ഊഷ്മള വലയത്തിനകത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിച്ചു പോകണം. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവന്റെ ഓരോ ഘട്ടങ്ങളിലും ശുക്രോദനം, ഹംദോദനം, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഇതാണ് ജീവിതത്തിന്റെ മർമ്മം. ഇത് പറയുന്നില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല. അല്ലാഹു അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചതും എനിക്ക് ജീവിത സരണി കാണിച്ചു എന്നതും. ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ആഹാരം നൽകുന്നത്, എനിക്ക് പാനീയങ്ങൾ നൽകുന്നത്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗത്തെ ശിഫയാക്കി തരുന്നത്. അൽ വല്ലദീ യുമീതുനി വഹുവ യുഹീൻ, എന്നെ മരിപ്പിക്കുന്നത്, പിന്നെ എനിക്കൊരു ശാശ്വതമായ ലോകത്തേക്ക് എന്നെ ജീവിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ അള്ളാഹുവാണ് ഉണ്ടാക്കി തന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് പഠിപ്പിച്ചു. സകല അമ്പിയാക്കന്മാരും ഈ ഒരു വൃത്താന്തം പഠിപ്പിക്കുവാനാണ് വന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു യുഗപുരുഷന്റെ ജീവിതത്തിലൂടെ ലോകത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ജീവിതം എന്നത് പരുപരുത്തതാണ്. ജീവിതം എന്നത് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവേണ്ടതാണ്. പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ വാർത്തെടുക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോ നിങ്ങൾ പറയണം, ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നേരത്തെ തീരുമാനിച്ചതല്ലാതെ. അങ്ങനെയാണ് ആകാശലോകത്തെ കോടാനുകോടി നക്ഷത്രങ്ങൾ തൊട്ട് ഈ നമ്മുടെ ഭൂമിയിലെ ഘോര വനാന്തരങ്ങൾക്കകത്തുള്ള ഒരു മരത്തിന്റെ ഉണങ്ങിയ ഒരു ഇല വീഴുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി നേരത്തെ എഴുതി രേഖപ്പെടുത്തി വെച്ച രേഖയിലുണ്ട്. അതുപോലെയാണ് മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഓരോ നാനോ സെക്കൻഡുകളും എങ്ങനെയായിരിക്കുമെന്ന് നേരത്തെ അള്ളാഹു കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ലോകത്തെല്ലാവരും കൂടി നിനക്ക് ഗുണം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞാൽ അവർക്കതിന് സാധിക്കുകയില്ലെന്ന് ഇബ്നു അബ്ബാസിന്റെ തോളിൽ തട്ടി പ്രവാചകൻ പറയുന്ന ഒരു ഉപദേശമുണ്ടല്ലോ. ലോകത്തുള്ള മുഴുവൻ ആളുകളും കൂടി നിന്നെ ഉപദ്രവിക്കാൻ ആഞ്ഞാൽ, അവർ തുനിഞ്ഞാൽ അതിനവർക്ക് സാധ്യമല്ല. അള്ളാഹു നിനക്ക് വേണ്ടി അത് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഈ ഒരു വിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകൾ ഈ തവക്കുലോടുകൂടി ജീവിക്കണം. ഇതാണ് ആദർശം. ഇത് മാത്രമാണ് ആദർശം. അങ്ങനെയുള്ള മനസ്സിങ്ങനെ നൊമ്പരപ്പെട്ട് കഴിയുമ്പോ മനുഷ്യന്റെ മനസ്സുകൾ കുത്തിവലിക്കുവാൻ ഒരുപാട് പിശാചുക്കൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അത്തരം പിശാചുക്കളുടെ ഷെറിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് വല്ലാത്തൊരു നിർഭയത്വത്തിലേക്ക്, ഒരു അമ്നിലേക്ക് പോവണം. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തേണ്ട ആവശ്യമുള്ള ആളുകളാണ്. പല സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ന് പറയുമ്പോ മനുഷ്യരെല്ലാവരും
പുറമെ ചിരിക്കുമ്പോഴും അകത്ത് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട്. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. വെളുക്കെ ചിരിക്കുന്നുണ്ടാകും അവർ പുറത്ത്, പക്ഷേ അവരുടെ അകം അങ്ങേയറ്റം വല്ലാതെ വാവിട്ട് കരയുന്നുണ്ടാകും. രോഗം മൂലമാവാം, പട്ടിണി മൂലമാവാം, മരണങ്ങൾ മൂലമാവാം, സന്താനങ്ങൾ അള്ളാഹു നൽകാത്തത് കൊണ്ടാവാം, കച്ചവടമോ ധനമോ കൃഷിയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാവാം. അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാവുന്ന ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയും ക്ഷമ കൈക്കൊള്ളാനുള്ള വല്ലാത്തൊരു കരുത്ത് മനസ്സിനെ പാകപ്പെടുത്തുന്നത് തൗഹീദ് എന്ന് പറയുന്ന ഒരു ഗുണമാണ്. തവക്കുൽ എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ, മനുഷ്യന്റെ സകല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അറ്റമില്ലാതെ മനുഷ്യൻ നിൽക്കും. ഇനിയെന്ത് അഭൗതികമായ മാർഗത്തിലൂടെ ഇനി വല്ല സഹായവും കിട്ടാനുണ്ട് എന്ന് ചിലർ വിശ്വസിക്കും, ചിലർ അതും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നാമം ഏതാണോ ആ നാമത്തെ ഇസ്ലാം ഇലാഹ് എന്ന് വിളിക്കുന്നു. ആ ഓടിയെത്തുന്ന നാമം ഇലാഹാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്ലാഹു എന്ന ഒരു പേരല്ലാതെ നമ്മുടെ ആരുടെയും മനസ്സിലേക്ക് വരരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ല, 1,24,000-ൽ പരം അമ്പിയാക്കന്മാരൊക്കെയും അങ്ങനെ തന്നെ പഠിപ്പിച്ചവരാകുന്നു. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ എന്ന് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത് അഗ്നികുണ്ഡത്തിലാണ്. ആ അഗ്നി മനുഷ്യനെ മാത്രമല്ല പലതിനെയും എരിച്ചു കളയാൻ ശക്തിയുള്ള വലിയ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ എന്ന് പറയാൻ കാണിച്ച വല്ലാത്തൊരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തിന്റെ പേരാണ് ഈമാൻ എന്നത്. ആ മനുഷ്യന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വാർദ്ധക്യത്തിലാണ് ഒരു ഓമന മകനെ നൽകിയത്. വയസ്സെത്രയോ ആയി. ആ വയസ്സാകുമ്പോഴേക്ക് ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു പോകുന്നു. നമ്മളൊക്കെ സാധാരണ മരിക്കുന്നതിന്റെ ശരാശരി പ്രായവും കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരു പൊന്നോമനയെ ലഭിക്കുന്നു. ആ പൊന്നോമനയെയും അതിന്റെ ഉമ്മയെയും കൊണ്ടുപോയി മനുഷ്യപ്പാർപ്പില്ലാത്തൊരു പ്രദേശത്ത് ഇന്ദ ബൈത്തിക്കൽ മുഹറം, ഒരു പരിശുദ്ധമായ ഗേഹമുണ്ട് ഇവിടെ, ആ ഗേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു പോരാൻ ആവശ്യപ്പെടുന്നു. ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്ന ജോലി ചെയ്ത് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോരുമ്പോ പിന്നിൽ നിന്ന് സഹധർമ്മിണി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞങ്ങൾ ഇനി എന്തു ചെയ്യും? അല്ലാഹു അമറക ഹാദാ എന്നൊരു ചോദ്യം ആ മഹദി ചോദിക്കുന്നുണ്ട്. ഹാജറ ബീവി, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ ഈ തിരിച്ചുപോക്ക് എന്നൊന്ന് പറയണം. തിരിഞ്ഞു നോക്കാതെ സങ്കടപ്പെട്ടുകൊണ്ട് പോകുന്ന ആ പിതാവിന്റെ മനസ്സ് അതെ എന്നുത്തരം പറഞ്ഞപ്പോ ഫൈദൻ ലാ യുളയ്യനല്ലാഹ്, എങ്കിൽ ഞങ്ങളെ അള്ളാഹു കൈവിടുകയില്ല, ഞങ്ങളെ അള്ളാഹു കൈവിടുകയില്ല, എന്നെ അള്ളാഹു കൈവിടുകയില്ല എന്നൊരു ആദർശത്തിലേക്ക് വരാനാണ് ആണ്ടോടാണ്ട് വിശ്വാസികളായ ആളുകളെ ഇബ്രാഹിം നബിയുടെ ഈ ത്യാഗം ഓർമ്മിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി ഹജ്ജിലൂടെ പഠിപ്പിക്കുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ അമ്നുള്ള, ഈ നിർഭയത്വമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ അള്ളാഹു ഓരോ വർഷവും മക്കയിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവരോട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ആവർത്തിച്ച് പറയിപ്പിച്ച് അത് ജീവിതത്തിന്റെ ഒരു ആദർശമാക്കി മാറ്റി തിരിച്ചയക്കുന്നു. ഈ തൽബിയത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നത്, അവർ ആദ്യമേ ഒരു ഹജ്ജിന്റെ കർമ്മം എന്ന നിലയിൽ മത്താഫിലേക്ക് ഇറങ്ങുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ തവാഫ് ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. വളരെ ആവേശകരമായി വിശ്വാസി ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന നാമമാണ്, എന്ന വികാരമാണ് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്കുണ്ടാകുന്നത്. അവിടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഈ 7 തവാഫും പൂർത്തിയാക്കി സംസം വെള്ളവും 2 റക്അത്ത് നമസ്കരിച്ച് സംസം വെള്ളവും കുടിച്ച് അയാൾ നേരെ പോയി സഫയിലേക്ക് എത്തുമ്പോഴും പിന്നെയും കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇതേ മുദ്രാവാക്യം ആവർത്തിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വല്ലാത്തൊരു ദിക്ർ
ഒരു പ്രാർത്ഥന അള്ളാഹു അയാളെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുന്നുണ്ട്. പോരാ, കുറച്ചുകൂടി വൈകാരികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്ന് അല്പവും വികാരത്തള്ളിച്ചയോടുകൂടി ഹാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളും പറയണമത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന കരാറുകളൊന്നും പാലിക്കാതെ പോയിട്ടില്ല, പാലിക്കാതൊട്ട് പോവുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാത്ത ഒരൊറ്റ സൃഷ്ടിയും ഭൂമുഖത്തുണ്ടാവുകയില്ല. അല്ലാഹു തകർക്കാത്ത ദീനിന്റെ ശത്രുക്കളും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി പറയുന്നു. അറഫ മൈതാനിയിലെത്തുമ്പോ അവിടെയും ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. ഞാനും എനിക്ക് മുമ്പ് വന്ന 1,00,000-ൽ പരം അമ്പിയാക്കന്മാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറഫ മൈതാനിയിൽ ഈ ഒരു പ്രഖ്യാപനമുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രഖ്യാപനം. അതിൽ ഒന്നു ചേരുന്ന ഓരോ ആളുകൾക്കും അതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ പിറ്റേന്ന് തൽബിയത്തും ചൊല്ലിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലിക്കൊണ്ട് ജംറയിൽ എറിയാൻ പോകുന്നു. എറിഞ്ഞ് അവർ വിജയശീലാളിതരായി തിരിച്ചു വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന വല്ലാത്തൊരു സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെ അവർ വീണ്ടും അവരുടെ ടെന്റിലേക്ക് വരികയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നത് ഒരു ജീവിത മന്ത്രമാവണമെന്ന് പരിശീലിപ്പിക്കുന്ന ഒരു കർമ്മത്തിന്റെ പേരാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമുദായമായിരുന്നു. അള്ളാഹുവിൽ പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച ഋജുമാനസനായ ഒരു സമുദായമായിരുന്നു. ഒരിക്കലും അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. ബഹുദൈവ വിശ്വാസിയായ ആളുകൾ അബ്രഹാം പ്രവാചകന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്ന് പറയേണ്ടതില്ലെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗുണം ഷാക്കിറൻ ലി അൻഉമിഹി, അദ്ദേഹത്തിന് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്ക് അദ്ദേഹം ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന ആളായിരുന്നു. നിങ്ങളൊന്ന് വിലയിരുത്തുക. ഒരു പിതാവിന്റെ കോലം എന്തായിരുന്നു? ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു നാട്ടുകാർ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? നമ്മൾ അനുഗ്രഹം എന്ന് പറയുമ്പോ നല്ല ഒരു ഇണ, നല്ല മാതാപിതാക്കൾ നല്ലവർ, പിന്നെ നല്ലൊരു ഇണ, പിന്നെ നല്ല കുട്ടികൾ, ഇതൊക്കെയാണ് നമ്മുടെ മനോമുകുരത്തിലേക്ക് എത്തുകയെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജ്തബാഹു ഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അദ്ദേഹത്തെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തി. റബ്ബിൽ മാത്രം തവക്കുലാക്കി ജീവിക്കാനുള്ള മനസ്സ് അഥവാ ഹിദായത്ത്, ആ ഹിദായത്താണ് ഒരു മനുഷ്യന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രവാചകന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായത്തിന് കൈനീട്ടുക. നമ്മൾ അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അള്ളാഹു സഹായിക്കണ്ടെന്ന് തീരുമാനിച്ചാലോ പിന്നെ ആരാണ് അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവുക? അള്ളാഹുവിൽ മാത്രം നിങ്ങൾ തവക്കുലാക്കണം. ഈ ഒരു ആദർശം, ഈ ഒരു ത്യാഗം, ഈ ഒരു മനോഭാവം ഈ ബലിപെരുന്നാൾ നമുക്കുണ്ടാക്കിയെടുക്കണം. എത്ര പ്രവാചകന്മാരുടെ കഥയുണ്ട് ഖുർആനിൽ. ആ പ്രവാചകന്മാരൊക്കെയും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടതിന്റെ കഥ എന്തിനാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്? അതാണ് ജീവിതം, അതാണ് ജീവിതം. ആ ഒരു അവസ്ഥ അള്ളാഹുവിന്റെ ഖദറിലുള്ള വല്ലാത്ത തൃപ്തി, അത് മാത്രമേ സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലേക്ക് മനുഷ്യനെ ഉയർത്തുകയുള്ളൂ. ഓരോ മനുഷ്യനും അള്ളാഹു ഉന്നതമായ ഒരു സ്ഥാനം സ്വർഗലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ അവൻ ചെയ്യുന്ന നമസ്കാരം, നോമ്പ് പോലെയുള്ള കർമ്മങ്ങൾ കൊണ്ട് അവിടെ എത്തുക പ്രയാസമാണ്. അള്ളാഹു ദുനിയാവിലെ ജീവിതത്തിൽ അവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിലൂടെ ആ പരീക്ഷണങ്ങളിൽ ഇവൻ തൃപ്തനാണ് എങ്കിൽ അയാൾക്ക് സ്വർഗം കൊടുക്കുമെന്ന് അംറാൻ ഇബ്നു ഹുസൈൻ എന്ന് പറയുന്ന ഒരു സഹാബി പ്രവാചകനോട്
പ്രവാചകനോടൊപ്പം ജീവിച്ചിരുന്നു. ഒരുപാട് യുദ്ധങ്ങളിൽ പ്രവാചകനോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹമുണ്ട്. പ്രവാചകന്റെ മരണശേഷം 30 കൊല്ലം അദ്ദേഹം ശരീരം തളർന്ന് കിടപ്പിലായി. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. അവർ കരയുകയാണ്. ആര്? ഈ സുഹൃത്തുക്കൾ കരയുകയാണ്. അദ്ദേഹം കരയുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ലിമതബ്കൂൻ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഹാലുക്, നിങ്ങളുടെ ഈ കിടപ്പ് കണ്ടിട്ടാണ് ഞങ്ങൾ കരയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ബിശൈഇൻ അഹബ്ബഹുല്ലാഹു അഹ്ബബ്തുഹു, അല്ലാഹു എനിക്കിഷ്ടപ്പെട്ട് നിശ്ചയിച്ചൊരു കാര്യം ഞാനും അത് ഇഷ്ടപ്പെടുന്നു. അൻതും തബ്കൂൻ, നിങ്ങൾ കരയുന്നു അത് കണ്ടിട്ട്. അമ്മാ അന റാളിൻ, എന്നാൽ ഞാനതിൽ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. വഹിബ്ബു മാ അഹബ്ബഹുല്ലാ, അല്ലാഹുക്ക് ഇഷ്ടമുള്ളതൊക്കെയും എനിക്കിഷ്ടമാണ്. വഅർളാ ബിമർതല്ലാഹുല്ലാ, അല്ലാഹു തൃപ്തിപ്പെട്ടതൊക്കെയും ഇങ്ങനെയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതാണ് അല്ലാഹു കണക്കാക്കിയത്. എനിക്ക് യാതൊരു പൊറുതികേടുമില്ല. വല്ലാഹി അകൂനു അലാ ഹാലി ഹാദാ വഅശ്ഹു ബിതസ്ബീഹിൽ മലായിക, ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും മലായികത്തിന്റെ തസ്ബീഹ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. വഅശ്ഹു ബിസിയാറത്തിൽ മലായിക, അവരെന്നെ സന്ദർശിച്ചു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫലം അദല്ലദീ ബി ലൈസ ഉഖൂബ, നിങ്ങൾ കരുതും പോലെ ഇതൊരു ശിക്ഷയല്ലടോ, ഇതൊരു ശിക്ഷയല്ല. അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലും എനിക്കുള്ള തൃപ്തിയെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അഷ്ഹദുക്കും, ഞാൻ നിങ്ങളോട് ഉറച്ചു പറയട്ടെ, അന്നീ റാളിൻ അൻ റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ തീരുമാനത്തിൽ പൂർണ്ണമായി തൃപ്തനാണ്. അവസാനിപ്പിക്കുമ്പോ അറഫ മൈതാനിയിൽ ആണ്ടോടാണ്ട് കേൾക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ 1450 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയും വിശുദ്ധ ഖുർആൻ ആണയിട്ട് പറയുകയും ചെയ്ത ഒരു സന്ദേശമാണ് ബലിപെരുന്നാൾ പുറമെയുള്ളവർക്ക് നൽകുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായിൽ ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും. മനുഷ്യന്റെ വർണ്ണത്തിലോ വർഗത്തിലോ ജാതിയിലോ പണത്തിലോ പെരുമയിലോ പ്രശസ്തിയിലോ ഒന്നും യാതൊരു ഗുണവുമില്ല. തഖ്വ ഉണ്ടെങ്കിലല്ലാതെ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റബ്ബിന്റെ മുമ്പിൽ പരിഗണന ലഭിക്കും എനിക്കും നിങ്ങൾക്കും. നമുക്ക് തഖ്വയുണ്ടെങ്കിൽ മാത്രം തഖ്വ കൈമാറപ്പെടണം. ഈ തഖ്വ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് കൈമാറപ്പെടണം. അതിനുള്ള സകല സംവിധാനങ്ങളും ആക്റ്റീവായി നിലനിർത്തണം. ഈ തഖ്വ കൈമാറപ്പെടണമെന്ന് ലക്ഷത്തിലേറെ സഹാബത്തിനെ മുൻനിർത്തിയിട്ട് പ്രവാചകൻ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. നിങ്ങളിത് കൈമാറണം. നൂറ്റാണ്ടുകളായി ലോകാവസാനം വരെ ഈ തഖ്വയുടെ കൈമാറ്റം നടക്കണം. അതിലെ സജീവ കണ്ണികളായി മാറാൻ ഇതുപോലെയുള്ള വേളകളിൽ ഞാനും നിങ്ങളും പരുവപ്പെടണം. അതിനു വേണ്ടി പാകപ്പെടുകയും ചെയ്യണം. ഉളുഹിയ്യത്തിന്റെ കർമ്മങ്ങളിലേക്കാണ് തൊട്ടടുത്ത നിമിഷങ്ങളിൽ നമ്മൾ പോകുന്നത്. ഉളുഹിയ്യത്തിന് വേണ്ടി ഷെയർ കൊടുത്ത ഒരുപാട് ആളുകളുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു നല്ല സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം നാളെ അല്ലാഹു പരലോകത്ത് നമുക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യുമാറാവട്ടെ. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ വേഗം നമ്മൾ ഈ കർമ്മങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷിച്ച് നാശമാക്കരുത് എന്നെനിക്ക് വളരെ വിനീതമായി ഒരു അപേക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ചില അതിരുകളുണ്ട് ഏതിനും. ആ അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് ഈ ആഘോഷങ്ങളൊക്കെ നടത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നിയമങ്ങളെ പൂർണ്ണമായി അനുസരിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉളുഹിയ്യത്തിന്റെ കർമ്മം വളരെ പെട്ടെന്ന് നമ്മുടെ ഈ പള്ളിക്ക് മുമ്പിൽ സജ്ജമാക്കിയ സ്ഥലത്ത് നടക്കും. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ആ വിഷയത്തിൽ അവിടെ സന്നിഹിതരായിരിക്കണം എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അല്ലാത്തവരും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലുള്ള ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ അതിന് സാക്ഷികളാവാൻ ഉണ്ടാവണം എന്നാണ് വിനീതമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നമ്മളുടെ പള്ളിക്ക് വേണ്ടി കലക്ഷൻ എടുക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കലക്ഷനാണത്. അതിൽ എല്ലാവരും നന്നായി സഹകരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, ബന്ധുക്കൾ, നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഒരുപാട് ആളുകൾ കടന്നുപോയി. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ
ഈദിൻ്റെ നമസ്കാരത്തിലും അതുപോലെയുള്ള ചടങ്ങുകളിലും വരാൻ സാധിക്കാത്ത വീടുകളിൽ രോഗമായി കിടക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി വളരെയേറെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് സഹോദരിമാർക്കിടയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായി തീ തിന്നുന്ന മുഴുവൻ ആളുകൾക്കും സൗഖ്യം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് മക്കയിൽ ഇതുവരെ സമാധാനപൂർണമായ അന്തരീക്ഷം നൽകി. അവരുടെ ഹജ്ജ് സമ്പൂർണമായി പൂർത്തിയാക്കി മഖ്ബൂലും മബ്രൂറുമായി അള്ളാഹു അത് സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ നാടുകളിലേക്ക് സമാധാനത്തോടുകൂടി തിരിച്ചെത്തുവാൻ എല്ലാ ഹാജിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മുഴുവൻ പാപങ്ങളും അതുവഴി അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജിൽ പങ്കെടുക്കാനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഗസയിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹുവേ, ആ നാടിന് നീ സമാധാനം നൽകണമേ. നിന്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ നീ രക്ഷിക്കണമേ. ബൈത്തുൽ മുഖദ്ദസിനെയും സമ്പൂർണ്ണമായി വിശ്വാസികളുടെ കരങ്ങളിൽ നീ ഏൽപ്പിക്കണമേ. ലോകത്തിൻ്റെ ഏതേത് കോണുകളിലും ഇസ്ലാമിനെതിരിൽ രൂപപ്പെട്ടു വരുന്ന സകല ശക്തികളെയും നീ തകർത്ത് തരിപ്പണമാക്കണമേ തമ്പുരാനെ. ലോകത്ത് മുഴുവൻ സമാധാനം എന്ന നിന്റെ മതത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാന കാംക്ഷികളായി ജീവിച്ചു മരിക്കുവാൻ അതിനു വേണ്ടി അധ്വാനിക്കുന്നവരായി സർവശക്തനായ തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരുടെയും മനസ്സുകളെ പാകപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.